ഇനിയാണ് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യം വെബ്സൈറ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു വീട് പണിയുന്ന പോലെ നിങ്ങൾ കരുതുക. അപ്പൊ എല്ലാവർക്കും ഒരേ ടൈപ്പ് ഓഫ് വീടായിരിക്കുമല്ലോ. പലർക്കും പല ബഡ്ജറ്റ് ഉള്ളതും പലർക്ക് പല റിക്വയർമെന്റ്സ് ഉള്ളത്. ചിലർക്ക് പിള്ളേർ കാണും, അവർക്ക് പിള്ളേർക്കും കൂടെ ഉള്ള രീതിയിലുള്ള വീടായിരിക്കും. ചിലർക്ക് 2-3 കാർ കാണും, അപ്പൊ അവർക്ക് അതിന് പറ്റിയ വീടായിരിക്കും. അപ്പൊ ഇത് വെബ്സൈറ്റിന്റെ കേസിൽ വരുമ്പോഴത്തേന് ഇതിന്റെ ഒരു സ്കെയില് എത്ര ആൾക്കാരായിരിക്കും നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരുന്നത്, നമുക്ക് എത്ര പ്രൊഡക്ട്സ് ആണ് ആ വെബ്സൈറ്റ് കാണിക്കാനുള്ളത്, നമുക്ക് ഹൈ ക്വാളിറ്റി ഇമേജസ് ആണോ നമ്മുടെ വെബ്സൈറ്റിലുള്ളത്, ഇനി നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് തരുന്ന ഒരു ഫ്രീലാൻസർ ആണോ, ഒരു വെബ് ഏജൻസി ആണോ, അതോ ഇതെല്ലാം കവറപ്പ് ചെയ്യുന്ന ഒരു വലിയ എക്സ്പേർട്ട് ആണോ. ചിലത് ഫ്രീ ആയിട്ട് 5000 രൂപയ്ക്കൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അവിടെ തൊട്ട് ലക്ഷങ്ങളും കോടികളും വരെ ആകാം. അപ്പൊ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് റേഞ്ച് വേണേലും നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാം. നിങ്ങളുടെ ബിസിനസ്സിന് എത്രയാണ് സ്പെൻഡിങ് ലിമിറ്റ് ഉള്ളത് അത് കൺസിഡർ ചെയ്ത് അത് മനസ്സിലാക്കി വെബ്സൈറ്റ് ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരു എക്സ്പേർട്ടിനെ കണ്ടുപിടിക്കുക. പിന്നെ അധികം ആരും പറയാത്ത ഒരു കാര്യമാണ് നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾ പറയുക. അപ്പൊ എനിക്ക് നിങ്ങളെ ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റുമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതല്ല, നിങ്ങളിപ്പോ ഒരു വീട് പണിയാൻ പറയുമ്പോൾ നിങ്ങളുടെ കോൺട്രാക്ടറിനോട് പറയാം, അല്ല നിനക്ക് ഏറ്റവും ബെസ്റ്റ് ഏത് വീടാ പണിയാൻ പറ്റുന്നത്, അതിന്റെ പൈസ പറയാൻ പറഞ്ഞാൽ അയാൾക്ക് എത്ര വലിപ്പം വേണേലുള്ള വീട് പണിയാം. അതേസമയം നിങ്ങൾ പറയാ എനിക്ക് 30,000 രൂപ ബഡ്ജറ്റ്, എനിക്ക് ആ വെബ്സൈറ്റിൽ എന്തൊക്കെ തരാൻ പറ്റുമെന്ന് ചോദിക്കുക. അവരെന്താണല്ലോ നിങ്ങൾക്ക് അതിനകത്തിൽ എന്തൊക്കെ ചെയ്തു തരുമെന്ന് ലിസ്റ്റ് തരും. നിങ്ങൾക്ക് അത് വിശ്വാസം പോരെങ്കിൽ നിങ്ങളൊരു 10 വേറെ ഡെവലപ്പേഴ്സിന്റെ അടുത്ത് ചോദിക്കുക. ആരാണോ 30,000 രൂപയ്ക്ക് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ തരുന്നത് അവരെ പിക്ക് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ബിസിനസിന്റെ സ്കെയിലും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കിയിട്ട് റീച്ച് ഔട്ട് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് തരാം. നിങ്ങൾ 303 എന്നൊന്ന് കമന്റ് ചെയ്താൽ ഞാൻ ആ ചെക്ക് ലിസ്റ്റ് അയച്ചു തരാം.